എന്നാ രണ്ടാൾ പോന്നോളി. പാറു, ദേവു, ഈ പിള്ളേരിത് എവിടെ? പാറു, ആ ചേച്ചിയായിരുന്നു. ആ സീത, ഞാൻ മക്കളെ വിളിക്കാൻ വന്നതാ. 2 മണി ആവാറായി. ദേവുവിനെ വിളിക്കാൻ പാറൂസിനെ വിട്ടതായിരുന്നു. അവളും ഇവിടെ കൂടിയോ? അവരിവിടെ ഇല്ലല്ലോ ചേച്ചി. പിന്നെ അവരെവിടെ? ആ, അവര് ചിലപ്പോ സൈലന്റ് ആണുണ്ടാവും. പാറും തുമ്പിയൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ അവിടെ കാണും. എന്നാ ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. ഞാനും ഉണ്ട് ചേച്ചി. പാറുവിനെയും തുമ്പിനെയും വിളിക്കണം. ഞാൻ തന്നെ പോണം. എത്ര ഇവിടുന്ന് വിളിച്ചിട്ടും കാര്യമില്ല. ഞാനൊന്ന് വാതിലടക്കട്ടെ. ആ, ഉസ്മാനെ, ഉസ്മാനെ, ഇവനിത് എവിടെ പോയി? തുമ്പിയേച്ചി, ഇനി എന്താ? ഈ പോയേല് വീണ ഒലിച്ചു പോയിട്ടുണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉസ്മാനെ, ഹായ് ഉസ്മാൻ. ദാ ഉസ്മാനെ, അല്ലെങ്കിൽ തന്നെ അവരെ കാണാത്ത ടെൻഷനില്ല. നീയും ഇങ്ങനെയൊക്കെ ചെയ്താലോ? ഞാൻ നിങ്ങളെ കളിപ്പിച്ചതൊന്നുമല്ല. ഞാൻ വെള്ളം എടുക്കുമ്പോ ആ ബോട്ടിൽ ഒഴുകിപ്പോയി. എന്നിട്ട് നല്ല ഒഴുക്ക് കാരണം ഞാൻ ഇറങ്ങിയില്ല. പിന്നെ അതങ്ങനെ ഒഴുകി പോകുന്നത് നോക്കി നിന്നു. ഓ, നീ അവിടെ നോക്കി നിൽക്കുകയായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ടൈമില്ല. അമ്മമാർ അന്വേഷിക്കുന്നുണ്ടാവും നമ്മളെ. സോറി തുമ്പി. നിന്റെ ഒരു സോറി. ആമി, നിനക്ക് വെള്ളം വേണ്ടേ? ദാ ഇവിടുന്ന് കുടിച്ചോ. എനിക്ക് നീ വെള്ളം വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്തെ? എനിക്ക് വേണ്ട, അത്ര തന്നെ. നിന്റെ ഒറ്റൊരു പണി ഇത്രയും ടൈം വൈകി. മര്യാദ ഇവിടുന്ന് വെള്ളം കുടിച്ചോ. പാറു, ചേച്ചി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ടൈം വേസ്റ്റ് ആയിട്ട് ഇവിടെ ഒറ്റൊരു കാരണം. മതി, നമുക്ക് പോവാം. ദേവു, സൂക്ഷിക്കേ. ചേച്ചി പേടിക്കണ്ട, ഞാൻ വീഴത്തില്ല. കിട്ടിയല്ലോ. ദേവു, ഇനി പതിയെ ഇറങ്ങി വാ. അയ്യോ, അയ്യോ, ദേ ഒഴുകി പോകുന്നു. ദേവു, അത് പോയി. ദേവു വേണ്ട. ദേവു, ദേവു, ദേവു വേണ്ട. ദേവു, അയ്യേ, ചേച്ചി എന്തിനാ കരയുന്നേ? വേണ്ട ദേവു, അത് പോയില്ലേ. വാ, നമുക്ക് പോവാം. ചേച്ചി ഒന്ന് കണ്ണടച്ചേ. ഇനി കണ്ണു തുറന്നോ? കിട്ടിയോ? അതേ ചേ, ഇനി നമുക്ക് പോവാം. സൂക്ഷിച്ചു വാട്ടോ. ഏതായാലും ഇത് കിട്ടിയ നന്നായി. ഇനി പാറൂസ് ഒന്നും പറയത്തില്ലല്ലോ. ശരിയാ. എന്നാ നമുക്ക് പോവാം. ഇനി ഇത് ഞാൻ പിടിക്കാം. ഇനി ഏറ്റ പോയാലേ. വേഗം വാ. അല്ല, ഇതെങ്ങനെ ഇവിടെ എത്തി? അത് ശരിയാ, ഇതെങ്ങനെ ഇവിടെ എത്തി? നീ അധിക ദൂരത്തൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അതന്നെ എനിക്കും സംശയം. ഇനി വല്ല പ്രേതമോ ഭൂതമോ? അല്ല ഉസ്മാനെ, ഇനി നമ്മൾ എങ്ങോട്ടാ പോവാ? എങ്ങോട്ടെങ്കിലും പോവാ. ഭൂമി ഉരുണ്ടതല്ലേ, എവിടെങ്കിലും എത്താതിരിക്കില്ല. നിന്റെ ഒരു തമാശ. ഉസ്മാന്റെ വക സമ്മാനമുണ്ട്. എന്നാ നമുക്ക് തന്നെ കിട്ടും. നമുക്ക് നോക്കാം. ചേച്ചി, നമ്മൾ തന്നെ ജയിക്കണം. വാ, ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് അമ്മന്റെ അലമാരയിൽ പോയി തപ്പാം. നല്ല സാരി കിട്ടണം. അതിനൊക്കെ മാർക്കിടും. എന്നാ ചേച്ചി വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം വേഗം. അല്ല, നന്ദൂട്ടൻ ഇനിയും വന്നില്ല. അച്ഛൻ വന്നേനി പണിക്കാർക്കുള്ള ഭക്ഷണം കൊണ്ടുപോവാന്. അവന് പിന്നെയും അച്ഛന്റെ കൂടെ തന്നെ പോയി. ലച്ചു ചേച്ചി എന്തേ? നമുക്ക് ലച്ചു ചേച്ചിന്റെ മേക്കപ്പ് ബോക്സ് കാണാതെ എടുത്തു കൊണ്ടുപോവാ. ചോദിച്ചാ തരത്തില്ല. നമുക്ക് ചേച്ചി കാണാതെ എടുത്തു കൊണ്ടുപോവാ. അല്ല, ചേച്ചി എന്തേ? ചേച്ചി അവിടെ എവിടെയും കാണും. അല്ല പാറൂസേ, നമ്മൾ എങ്ങനെയാ അത് എടുക്കുക?
കുറച്ചാ ഇട്ടത്, എന്നിട്ടും അതും ബാക്കി. ഓരോ സ്റ്റിക്കർ കണ്ട ചിരിച്ചു വീയും. അയ്യോ ചേച്ചി, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ ചേച്ചി? ചേച്ചി ഫോണിലല്ലേ, നമ്മളെ കണ്ടില്ലല്ലോ. മെല്ലെ പോയി എടുക്കാം. ഞാനിവിടെ നിക്കാം, നീ പോയി എടുത്തു വാ. ശരി. രണ്ടാളും വന്നോ? എന്താ ചേച്ചി? ഓ പ്രത്യേകിച്ചൊന്നുമില്ല, വന്നോന്ന് ചോദിച്ചതാ. ആ ചേച്ചി ഫോണിൽ നോക്കാണോ? കണ്ടിട്ട് നിനക്ക് എന്താ തോന്നിയേ? ചേച്ചി ഫോണിൽ നോക്കുന്നു. ആ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി ഫുഡ് കഴിച്ചോ? ഇല്ല. എന്നാ പോയി കഴിച്ചോ ചേച്ചി, ടൈം ഒരുപാടായില്ലേ. അതൊക്കെ ഞാൻ കഴിച്ചോളാം. നിങ്ങൾക്ക് എന്താ പ്രത്യേകിച്ചൊരു സ്നേഹം? ഞങ്ങൾക്ക് എപ്പോഴും സ്നേഹാണല്ലോ ചേച്ചിയോട്. ഈശ്വര, ഞാനിത് സ്വപ്നം കാണാണോ? അല്ലല്ലോ. ചേച്ചി പോയി ഭക്ഷണം കഴിക്കി, വിശന്നിരിക്കാൻ പാടില്ല. ഞാൻ കഴിച്ചോളാം. ലച്ചു, ലച്ചു, ചേച്ചി